ഹലോ ഡിയേഴ്സ്, അഖില മിസ്സാണ്. അപ്പോൾ നമ്മുടെ ബോർഡ് എക്സാമിലേക്ക് ഇതാ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിടാൻ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠിത്തമൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ മക്കൾക്കറിയാം നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വലിയൊരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഇയറിൽ 3 സെക്ഷനായിട്ട് കാണാം നമുക്ക്. അതിൽ സെക്ഷൻ ഇ, സെക്ഷൻ ബി, സെക്ഷൻ സിയിൽ സെക്ഷൻ ബിയിലാണ് നമ്മുടെ കെമിസ്ട്രി വരുന്നത് അല്ലേ. അതായത് കെമിസ്ട്രിയിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു രീതിയിൽ അല്ലേ ഒരൊറ്റ ഒരു സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെമിസ്ട്രിയിൽ നമുക്കറിയാം ടോട്ടൽ 25 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ 25 മാർക്ക് നമുക്കറിയാം ആകെ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ആ 4 ചാപ്റ്റേഴ്സിലായിട്ട് ഏതൊക്കെ രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്കറിയാം നമുക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും വലിയൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് അല്ലേ. ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഒരുപാട് കോൺസെപ്റ്റുകളും റിയാക്ഷൻസും ഒക്കെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വെയിറ്റേജ് മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററിനും വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്ന സമയത്ത് മക്കൾക്കറിയാം ഒരുപാട് കോൺസെപ്റ്റുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്തത് അല്ലേ. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 4 മാർക്കിന്റെ MCQs വന്നിരിക്കുന്നത് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ്. അത് കൂടാതെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യനിലെ, അതായത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഇതാ ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്സ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ്. ഇനി നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം അല്ലേ, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 5 മാർക്കിന്റെ വരെ ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2 MCQs ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ ടൈപ്പ് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് നമ്മുടെ തേർഡ് ചാപ്റ്റർ ആണ് അല്ലേ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിന് മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ചാപ്റ്ററിലും തേർഡ് ചാപ്റ്ററിലും കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് 6 മാർക്കിന്റെ വരെ ക്വസ്റ്റ്യൻസ് ഈ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു MCQ ചോദിച്ചിട്ടുള്ളൂ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 1 വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും ഇതേ ചാപ്റ്ററിൽ തന്നെ ചോദിച്ച് കാണുന്നുണ്ട്. ഇനി നമുക്കുള്ളത് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ അല്ലേ, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ. കാരണം നമ്മൾ ആദ്യമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഈ ഒരു ചാപ്റ്ററിനുണ്ട്. ആ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും ഏകദേശം 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 1 മാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം അല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ട് നമുക്ക് അസേർഷൻ റീസൺ എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്കറിയാം 5 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. മാത്രമല്ല ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഓപ്ഷൻസും എന്തുതന്നെയാണ്, സെയിം ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചു കാണുന്നത്. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം, മാക്സിമം നമുക്ക് ഫുൾ മാർക്കാണ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ കെമിസ്ട്രിയിൽ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 1-2 മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ എന്ത് ചെയ്യാം, മാറ്റം വന്നേക്കാം അല്ലേ. പക്ഷെ അങ്ങനെ വന്നിരുന്നാൽ പോലും ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബോർഡ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഫുൾ മാർക്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങളെ അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഈ ഒരു ചുരുങ്ങിയ ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താം എന്നുള്ളതിൽ കൺഫ്യൂഷനുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിന്റെ അസ്ത്ര ബാച്ച് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ അവിടെ ഇതാ വിദ്യാരംഭം ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഓഫർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് ബാച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് VDM15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് നമുക്ക് ക്ലാസ് 10 സീറ്റ്
CBSE ക്രാക്ക് ചെയ്തെടുക്കണം. സോ നമ്മുടെ ബാച്ചിൽ കാണാം. ബൈ.